നമസ്കാരം. ഡോളറിന് മുകളിൽ ഇന്ത്യൻ രൂപയുടെ വമ്പൻ കുതിച്ചുചാട്ടമാണ് വരുന്ന നാളുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ട്രംപിന് സത്യത്തിൽ നെഞ്ചിടിപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഡോളർ എന്ന് പറയുന്ന അവരുടെ ആയുധത്തിന് മുകളിലേക്ക് ഇന്ത്യൻ രൂപയുടെ കുതിച്ചുചാട്ടങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ മലേഷ്യയിൽ ഡോളറിന് മുകളിലേക്ക് ഇന്ത്യൻ രൂപയുടെ സ്ഥാനം എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അത് വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഡോളറിന് മുകളിലേക്ക് ഇന്ത്യൻ രൂപയുടെ ആധിപത്യം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, UPI സംവിധാനങ്ങൾ ശക്തമായതോടുകൂടി ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ ഒക്കെ സാന്നിധ്യം പല രാഷ്ട്രങ്ങളിലും കാണുവാൻ ഇടയായിട്ടുണ്ട്. അത് UPI സംവിധാനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ എന്നുള്ളത് കൃത്യമാണ്. ഭാരതത്തിനകത്തായാലും ഭാരതത്തിന് പുറത്തായാലും UPI സംവിധാനങ്ങൾ അത് എപ്പോഴും ഇന്ത്യൻ രൂപയുടെ കുതിച്ചുചാട്ടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മുമ്പൊക്കെ മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി മലേഷ്യൻ കറൻസിയായ റിംഗറ്റിലേക്ക് മാറ്റണമെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരനെ ആവശ്യമായിരുന്നു. ആ ഇടനിലക്കാരനായി വർത്തിച്ചു പോയിരുന്നത് ഡോളർ സംവിധാനമാണ്, അല്ലെങ്കിൽ US ആയിരുന്നു അതിന്റെ ഒരു ഇടനിലക്കാരനായിട്ട് സ്ഥിരമായിട്ട് അവിടെ നിലനിന്നു പോയിരുന്നത്. ഇത്തരത്തിൽ ഇടനിലക്കാരനായി നിൽക്കുന്നതിലൂടെ US-ന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങളുടെ കോടികളുടെ ഒക്കെ ബിസിനസ് ആയിരുന്നു. ബിസിനസ് മീൻസ് ലാഭമായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവരിതൊരു ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇന്ത്യൻ രൂപയെ മലേഷ്യൻ റിംഗറ്റിലേക്ക് ചേഞ്ച് ആക്കണമെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു ഇടനിലക്കാരന് കമ്മീഷൻ പോകുമായിരുന്നു. ഈ കമ്മീഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു വരുമാന സ്രോതസ്സായിരുന്നു. അവിടെയാണ് സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ കറൻസി ഒരു ചെക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് അല്ലെങ്കിൽ മലേഷ്യയുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഞങ്ങൾക്കിടയിൽ ഇനി ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, കമ്മീഷൻ ബേസിസിൽ ഒരു ഇടനിലക്കാരൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് മലേഷ്യൻ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു നയതന്ത്ര ബന്ധത്തിലൂടെ ഉടലെടുത്തിരിക്കുന്നു. ഇതിലൂടെ ട്രംപിന് കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ അടിയാണ്. കാര്യം ഇത്തരത്തിൽ ഓരോരോ രാജ്യങ്ങളിൽ ഈ ഇടനിലക്കാരനെ ഒഴിച്ചു നിർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഭാരതം മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആ ഒരു ഏകാധിപതിയുടെ ചില ചിന്തകൾ പൊടുന്നനെ അവസാനിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. മലേഷ്യയിൽ ഇന്ത്യൻ റുപ്പി ഇനി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇടനിലക്കാരായ ഡോളറിന്റെ ആവശ്യം ഇല്ല. കൃത്യമായിട്ടുള്ള ചില UPI സംവിധാനങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു ചില കൃത്യമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലൂടെ ഇനി നേരിട്ട് തന്നെ ഇടനിലക്കാരില്ലാതെ റിംഗറ്റ് നമുക്ക് അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. ഇത്തരത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഒരു നയത്തിലൂടെ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് ഡോളറിന് മേൽ ഓരോ രാഷ്ട്രങ്ങളിൽ വരുന്ന നാളുകളിൽ ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ടുവരികയും ഈ ഇടയ്ക്ക് നിൽക്കുന്ന ഡോളറിന്റെ കമ്മീഷൻ അടിക്കുന്ന പരിപാടി, US-ന്റെ അമേരിക്കയുടെ കമ്മീഷൻ അടിക്കുന്ന ട്രംപിന്റെ കമ്മീഷൻ അടിക്കുന്ന പരിപാടിയെ പൂട്ടിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഭാരതം മലേഷ്യയുമായി ഇത്തരം ഒരു കരാറിലൂടെ ഇപ്പോൾ മുന്നിട്ട് വച്ചിരിക്കുന്നത്. എന്നാലും ശരി, ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ കുതിച്ചുചാട്ടം അത് ഡോളറിന് മുകളിലേക്ക് എത്തി നിൽക്കുന്ന കൃത്യമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ലോകത്തിന്റെ രാഷ്ട്രീയ സംവിധാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക്, ഏകാധിപതിക്ക് ഒരു ഭയമുണ്ടായിരുന്നു. ഭാരതവും ഭാരതത്തിന്റെ കറൻസിയും ഭാരതത്തിന്റെ ഭരണകൂടവും ഭാരതത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു കാലത്ത് അമേരിക്കയുടെ രാഷ്ട്രീയ രീതികൾക്ക് മുകളിലേക്ക് ഉയർന്നു വരും എന്നൊരു ഭയം. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, ഭാരതം എന്നുള്ള അത് ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നതും അതുപോലെ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും.